الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اصبروا وصابروا ورابطوا واتقوا الله لعلكم تفلحون. ബഹുമാനികളായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, കാരുണ്യവാനായ പടച്ചറപ്പിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലെമ്പാടും പാലിക്കുവാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. സർവശക്തനായ പടച്ചറപ്പ് ഇരു ലോകവിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ തരത്തിലുള്ള പരീക്ഷണങ്ങളും തരണം ചെയ്യാനുള്ള മാനസികമായ ഈമാനും കരുത്തും അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ ഹ്രസ്വമായ ഒരു കാലം നമുക്ക് അനുവദിച്ചു തരികയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. എപ്പോഴാണ് ഇതിൻ്റെ അന്ത്യം എന്ന് നമുക്കറിഞ്ഞുകൂടാ. ചലനങ്ങൾ പെട്ടെന്നാണ് ചിലപ്പോൾ നിശ്ചലമായി തീരുക. പുഞ്ചിരികൾ ചിലപ്പോൾ വളരെ പെട്ടെന്നാണ് അഗാധമായ ദുഃഖത്തിൻ്റെ കയത്തിലേക്ക് വീഴുക. ആഹ്ലാദം കൊടുമുടി ഉയരത്തിൽ പോകുമ്പോഴും ചിലപ്പോൾ അത് ദുഃഖത്തിൻ്റെ പാതാളത്തിലേക്ക് വളരെ പെട്ടെന്ന് അടർന്നു വീഴും എന്നുള്ളത് ജീവിതത്തിൻ്റെ ചില യാഥാർത്ഥ്യങ്ങളാണ്. ജീവിതത്തിൽ അല്ലാഹു അനുഗ്രഹങ്ങൾ നമുക്ക് ഒരുപാട് തരും, നിഗ്രഹങ്ങളും തരും. ആഗ്രഹിക്കുന്നതും ആഗ്രഹിക്കാത്തതുമൊക്കെ ജീവിതത്തിലുണ്ടാകും. ജീവിതം എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. ഇത് ദുനിയാവാണ്. എല്ലാ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും തീരുന്നവരെ ലോകം എന്ന് പരിചയപ്പെടുത്തിയത് സ്വർഗത്തെക്കുറിച്ചാണ്. ദുഃഖങ്ങളില്ലാത്ത, വിഷമങ്ങളില്ലാത്ത, ആധിയില്ലാത്ത, വ്യാധിയില്ലാത്ത, രോഗമെന്തെന്ന് പോലും അറിയാത്ത, ആരോഗ്യം തുളുമ്പുന്ന ഒരു കാലമായിട്ട് സ്വർഗത്തെ പരിചയപ്പെടുത്തുന്നു. അള്ളാഹു അത് ആസ്വദിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ ഈ ജീവിത കാലയളവിൽ ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മുടെ ജീവിതത്തിന് എന്ത് കാര്യങ്ങൾ അഭിമുഖീകരിക്കുമ്പോഴും ഒരു വിശ്വാസിക്ക് ആത്യന്തികമായിട്ട് ക്ഷമ എന്ന് പറയുന്ന ഒരു സ്വഭാവം ആവശ്യമാണ്. അറബ് ഭാഷയിൽ സ്വബർ എന്ന് പറയും. ആ വിഷയത്തിന്റെ ഗാംഭീര്യം കൊണ്ടായിരിക്കണം മലയാളിക്കറിയാം സ്വബർ എന്ന് പറഞ്ഞാൽ. സ്വബൂറാക്കുക എന്ന് പണ്ട് മുതലേ വായ്ത്താരിയായിട്ട് തലമുറകളിൽ നിന്ന് നമ്മൾ കേട്ടുവന്നതാണ്. അത് അത്ര പെട്ടെന്ന് നടപ്പാക്കാൻ സാധ്യമാകുന്ന ഒരു സംഗതിയും അല്ല. വിശ്വാസം അല്ലെങ്കിൽ വിശ്വാസി അവന്റെ പൂർണ്ണമായ തോതിലും തലത്തിലും എത്തുമ്പോഴാണ് അത് നടക്കുക.
പ്രബോധിത സമൂഹം, പ്രവാചകന്മാർ കടന്നു വരുന്ന രംഗമുണ്ട് ഓരോ സമൂഹത്തിലേക്കും. ആ പ്രവാചകന്മാരെ മുഴുവൻ ജനങ്ങൾ കളവാക്കിയ ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ ആ സംഭവത്തെ പറ്റി ഖുർആൻ പറയുന്നത് വലഖദ് കുദ്ദിബത് റുസുലും മിൻ ഖബ്ലിക്, നബിയെ നിങ്ങൾക്ക് മുമ്പ് വന്ന നബിമാരെയൊക്കെ ജനത കളവാക്കിയിട്ടുണ്ട്. ആ നേരത്ത് അവരെന്തു ചെയ്തു? അതാണ് പ്രധാനമായ തലം. ഒരു പ്രതിസന്ധിയുടെ നേരമാണ്. ഇലാഹിയായ സന്ദേശങ്ങൾ മലക്കിൽ നിന്ന് നേരിട്ടവരാണ് കേട്ടത്, വേറെ ആരും കേട്ടിട്ടില്ല. ജിബ്രീൽ ഓതിക്കൊടുത്ത വചനങ്ങൾ കേട്ട മനുഷ്യന്മാർ അവരാണ്. മനുഷ്യൻ വേറെ ആരും എന്ന് കേട്ടിട്ടില്ല. അത് കൊണ്ടുപോയി ജനതക്ക് സമർപ്പിച്ചു കൊടുക്കണം. വലിയ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്ത നിർവഹണം അവർ വളരെ സായുജ്യത്തോടെ താല്പര്യത്തോടെ നടപ്പാക്കി. പക്ഷേ ജനത അവരെ തള്ളിക്കളഞ്ഞു. ആ സമയത്ത് അവരെന്തു ചെയ്തു എന്ന് പ്രവാചകരെ നിങ്ങൾക്കറിയുമോ? അതിനു മുന്നേ അള്ളാഹു പറയുന്നുണ്ട്, ഖദ് നഅലമു, നബിയെ അറിയാം നമുക്ക്, ഇന്നഹു ലയഹ്സുനുക, നീ ദുഃഖിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം, അല്ലദീ യഖൂലൂന ഫഇന്നഹും ലാ യുകദ്ദിബൂനക, നീ അവർ പറയുന്നത് കേട്ടിട്ട്, നിന്നെ അവർ കളവാക്കുന്നത് കേട്ടിട്ട്, നിന്റെ അവരുടെ വർത്തമാനം കേട്ടിട്ട് നീ ദുഃഖിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ അവര് നബിയെ നിങ്ങളെ വ്യക്തിപരമായിട്ട് കളവാക്കിയതല്ലല്ലോ. ഫഇന്നഹും ലാ യുകദ്ദിബൂനക വലാകിന്നൽ-ളാലിമീന ബിആയാത്തില്ലാഹ്, അവർ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെയാണ് കളവാക്കിയത്. 40 കൊല്ലത്തോളം വിശ്വസ്തനായി ജീവിച്ചൊരു നാട്ടിൽ 40 കൊല്ലത്തിന് ശേഷം ഇഷ്ടപ്പെടാത്ത വാക്ക് കേൾക്കുക. 40 കൊല്ലം എല്ലാ അംഗീകാരം കിട്ടിയ ഒരു നാട്ടിൽ നിന്ന് അപ്രതീക്ഷിതമായ ചുണ്ടുകളിൽ നിന്നും നാവിൽ നിന്നും എതിരായ വർത്തമാനം കേൾക്കാൻ വിധിക്കപ്പെടുക, ഉണ്ടാകുന്ന വിഷമം ചെറുതല്ല. അതുകൊണ്ട് ഖുർആൻ പറയാണ്, നബിയെ നിങ്ങളെയല്ലല്ലോ അവർ ആക്ഷേപിച്ചത്, നിന്നെയല്ല അവരവിശ്വസിച്ചത്. അവരവിശ്വസിച്ചതും ആക്ഷേപിച്ചതും റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളെയാണ്. ബിആയാത്തില്ലാഹി യജ്ഹദൂൻ വലഖദ് കുദ്ദിബത് റുസുലും മിൻ ഖബ്ലിക, താങ്കൾക്ക് മുമ്പ് വന്ന നബിമാരെയൊക്കെ ജനത കളവാക്കിയപ്പോ ഫസ്വബറു, അവർ ക്ഷമിച്ചു, അലാമാ കുദിബു, അവർ കളവാക്കിയപ്പെട്ടതിന്റെ പേരിൽ, വഊദു, അവർ പീഡിപ്പിക്കപ്പെട്ടതിന്റെ പേരിലും, ഹത്താ അത്താഹും നസ്റുനാ, നമ്മുടെ സഹായം അവർക്ക് വരുന്നത് വരെ. ഖുർആൻ പറയാം, ലോക ചരിത്രമാണ് ഈ പറയുന്നത്. ഓരോ നബിമാര് വന്നപ്പോഴും ജനത അവിശ്വസിക്കുകയും അവഗണിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തപ്പോ അള്ളാഹു സഹായിക്കുന്നു. അവിടെ ഈ നബിമാരൊക്കെ ചെയ്തൊരു ഗുണമായിട്ട് ഖുർആൻ പറയുന്നത്, പലയിടത്തായി പറയുന്നത് ഫസ്വബറു, അവർ ക്ഷമിച്ചു എന്നാണ്. ഒരു ഉത്തരവാദിത്വം നിർവഹിക്കണമെങ്കിൽ ക്ഷമ വേണം, അല്ലാത്തവന് കഴിയില്ല. ചില ആളുകൾ ചില ജോലി വിട്ടെറിഞ്ഞു പോകുന്നത് കാണാം, ഇത് എടുക്കാൻ പറ്റണില്ല ഞാൻ, എന്നിട്ട് വേറെ എന്താ കിട്ടുക? പിന്നെ എത്തിപ്പെടുന്നത് ചിലപ്പോൾ അതിനേക്കാൾ പ്രയാസമുള്ളതായിരിക്കാം. സ്വാഭാവികമാണ്. നല്ല ക്ഷമ വേണം ഈ ഐഹിക ജീവിതത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ. വിശ്വാസിയുടെ ഗുണമായിട്ട് എടുത്തു പറഞ്ഞതും അതുകൊണ്ട്, വഇസ്മാഈല വഇദ്രീസ വദൽ കിഫൽ കുല്ലും മിനസ് സ്വാബിരീൻ. ഇസ്മാഈലിന്റെ കഥ, ഇദ്രീസിന്റെ കഥ, ദൽ കിഫിലിന്റെ കഥ, അത് പഠിക്കണം, അതിൽ കാണാം. കുല്ലും മിനസ് സ്വാബിരീൻ, അവരൊക്കെ ക്ഷമാശീലന്മാരാണ്. അതുകൊണ്ട് നല്ല ക്ഷമ വേണം. ജീവിതത്തിന്റെ പ്രയാസങ്ങൾ, അതിന്റെ ദുഃഖങ്ങൾ, അതിന്റെ ദുരിതങ്ങൾ, അവിടെയാണ് മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് റോൾ മോഡലായിട്ട് മാറുന്നത്. അള്ളാഹു ഇഷ്ടഭാജനമാണ്, ലോകത്തെ ഉത്കൃഷ്ട വ്യക്തിത്വമാണ്, അഷ്റഫുൽ ഖൽഖാണ്, സ്വർഗത്തിലേക്ക് ആദ്യമായിട്ട് അതിന്റെ വാതിൽ തുറന്ന് കടന്നു പോകുന്ന മനുഷ്യനാണ്. ഒക്കെ സത്യമാണ്. പക്ഷേ ദുനിയാവിൽ അവിടുത്തെ പ്രയാസങ്ങൾ ചെറുതൊന്നുമല്ല. മക്കാ ജീവിതത്തിന്റെ പ്രബോധന കാലത്ത് കൂടെ ഉണ്ടായിരുന്നവരെ പിടിച്ചുകൊണ്ടുപോയി വധിക്കുന്നു. സുമയ്യ റളിയല്ലാഹു അൻഹുവിനെ ക്രൂരമായി കൊലപ്പെടുത്തുന്നു. അമ്മാർ കുടുംബത്തെ അതിക്രൂരമായിട്ട് പ്രയാസപ്പെടുത്തുന്നു. ഒക്കെ സഹിക്കുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. യുദ്ധമുണ്ടായപ്പോ തന്റെ പ്രിയപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹുവിനെ ക്രൂരമായിട്ട് അവർ കൊല്ലുന്നു.
കൊന്നു എന്ന് മാത്രമല്ല, മൃതദേഹം തിരിച്ചറിയാനാവാത്ത വിധം വികൃതമാക്കി. അത് ക്രൂരതയുടെ അങ്ങേയറ്റമാണ്. ഒരു മനുഷ്യൻ മരിച്ചാൽ അവസാനം അടയാളം എന്ന നിലയിൽ നോക്കേണ്ടത് മുഖമാണ്. ആ മുഖം തിരിച്ചറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അത്ര വലിയ ക്രൂരത. അത് സഹിച്ചു ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാട്ടിൽ ജീവിക്കാൻ വയ്യാതെ മദീനയിലെത്തി ഹിജ്റയായിട്ട് അവിടെ എത്തിയപ്പോഴും അപ്രതീക്ഷിതമായ കോണിൽ നിന്ന്, മുനാഫിക്കുകളിൽ നിന്ന്, അത് കാണാത്ത ശത്രുവാണ്, സ്വന്തം കൂടുള്ള ആളുകളാണ്. നിഫാത്ത് എന്ന് പറയുന്ന ഒരു അസുഖം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സമ്പ്രദായം. പരിശുദ്ധ ഖുർആൻ ബഖറ സൂറത്തിന്റെ തുടക്കത്തിൽ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ മൂന്നായി തിരിച്ചു. അതിൽ ഒന്ന് പറയുന്നത് വമിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ. അവർ പറയും ഞങ്ങൾ അല്ലാഹുവിനെ വിശ്വസിച്ചു, ഞങ്ങൾ അന്ത്യനാളിൽ വിശ്വസിച്ചു. അല്ലാഹ് പറയാണ് അവർ വിശ്വസിച്ചിട്ടില്ല. അവർ നിന്നെ വഞ്ചിക്കുന്നു, നിന്റെ കൂടെ നടക്കുന്നു, നിന്റെ കാര്യങ്ങൾ ശത്രുക്കൾക്ക് ഒറ്റിക്കൊടുക്കുന്നു. അങ്ങനെയുള്ള ക്രൂരന്മാർ. അവര് തിരിഞ്ഞില്ല. നബിക്ക് വഴി വരുമ്പോഴേ തിരിയുന്നുള്ളൂ. അവരെ കണ്ടുണ്ടായ വിഷമങ്ങൾ പ്രവാചകന് ചെറുതായിരുന്നില്ല. ഉള്ളിലായിരുന്നു ശത്രു. പുറത്തെ ശത്രുവിന് തിരിയും, അകത്തെ ശത്രു ഏറ്റവും വലിയ അപകടകാരിയാണെന്ന് ആ ചരിത്രം ഖിയാമം വരെ മുസ്ലിം ഉമ്മയെ പഠിപ്പിക്കുന്നുമുണ്ട്. അവിടെയാണ് ഈ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷമം, പ്രയാസം. ജീവിതത്തിൽ അങ്ങനെ എന്തൊക്കെ, അവിടൊക്കെ ഈ പ്രവാചകന്റെ ക്ഷമ ഉള്ള വിഷയം അതാണ്. അതിനെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ചെറിയ അസ്വാസ്ഥ്യം ഉണ്ടാകുമ്പോഴേക്ക് നമ്മൾ പതറുകയാണ്. പ്രത്യേകിച്ച് പുതിയ തലമുറ, അവര് സുഖങ്ങളെ കണ്ടിട്ടുള്ളൂ. പട്ടിണി അറിഞ്ഞിട്ടില്ല, ദുഃഖം അറിഞ്ഞിട്ടില്ല, ഒരു വിരഹം അറിഞ്ഞിട്ടില്ല. ഒരു ചെറിയൊരു പ്രയാസം വരുമ്പോഴേക്ക് അവരാകെ അസ്വസ്ഥമാകുകയാണ്. നമ്മൾ ഒരു അർത്ഥത്തിൽ അവരങ്ങനെ ആക്കുകയാണ്. ആവശ്യമില്ലാത്ത ഉത്കണ്ഠ. അല്ലെ, കുട്ടികളെ ഇടത്തും വലത്തും മുമ്പിലും പിന്നിലൊക്കെ നമ്മളുണ്ടെങ്കിലേ നമുക്കൊരു തൃപ്തി വരുന്നുള്ളൂ. ഈ കുട്ടി ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തെത്തുമ്പോ പിന്നെ അവൻ എന്താകുന്നു, അവന് പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല ജീവിതത്തിന്റെ മുമ്പിൽ, പ്രയാസങ്ങൾക്ക് മുമ്പിൽ. അതാ പുതിയ കാലം നമ്മളെ പഠിപ്പിക്കുന്നത്. പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാരിയയിൽ ഒരു കുട്ടിയുണ്ടായി, മദീനയിൽ. ഇബ്രാഹിം എന്ന കുട്ടിക്ക് പേരിട്ടു. ഒരുപാട് കേട്ട ചരിത്രമായിരിക്കാം, പക്ഷെ അത് വല്ലാത്തൊരു ചരിത്രമാണ്. ആൺമക്കൾ രണ്ടെണ്ണത്തിന് മുമ്പുണ്ടായി. ഖാസിം മരണപ്പെട്ടു പോയി, അബ്ദുള്ള മരണപ്പെട്ടു പോയി. ആരുടെ? അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. നബിമാര് ലോകത്ത് അത്ഭുതം കാണിച്ച് മായാപ്രകടനങ്ങൾ നടത്തുന്നവരല്ലെന്ന് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തി ജീവിതം സാക്ഷി. ഖാസിമിന്റെയും അബ്ദുള്ളയുടെയും വേർപാട്. പിന്നെ അള്ളാഹ് ആൺമക്കളെ കൊടുത്തില്ല, പിന്നെ പെൺമക്കൾ. ആ പെൺമക്കൾ ഓരോരുത്തരും മരിച്ചുപോയില്ലേ? റുഖിയ മരിച്ചു, ഉമ്മു കുൽസൂം മരിച്ചു, സൈനബ് മരിച്ചു. ഫാത്തിമ മാത്രമേ ബാക്കിയായിട്ടുള്ളൂ ദുനിയാവിൽ നബിക്ക്, നബിയുടെ മരണത്തിന് മുമ്പ്. അതിനിടയിൽ പ്രായം അങ്ങനെ 60-ലേക്ക് എത്തി, ഇരുത്തം വന്ന പ്രായം. അപ്പോഴോ അള്ളാഹു ഒരു കുട്ടിനെ കൊടുക്കുക. ആ കുട്ടിയുടെ പേര് ഇബ്രാഹിം. അത്താഹു ഇബ്രാഹിമു മിൻ സൂരിയ വ ഉമ്മുഹു മാരിയ തുൽഖിബ്തിയ. ഉമ്മന്റെ പേരതാണ്. 18 മാസം ആ കുട്ടിയുടെ ജീവിതം നീണ്ടു എന്നാണ് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു. ഞങ്ങൾ പോയി, ഞാനുണ്ട്, അബ്ദുറഹ്മാൻ ബിൻ ഔഫുമുണ്ട്. ആ വീട്ടിലേക്കെത്തി. അവിടെ എത്തിയപ്പോ ഇബ്രാഹിം എന്ന കുട്ടി മരണവെപ്രാളം കാണിക്കുന്നു. നബി ആ കുട്ടിയെ കയ്യിലെടുത്തപ്പോഴേക്ക് നബിയുടെ കണ്ണ് നനഞ്ഞു. അതൊരു ആർദ്രമായ പ്രവാഹമാണ്. മുതുകത്ത് നിന്ന് തെറിച്ചു വീണ രക്തത്തുള്ളി അള്ളാഹു ഒരു കുഞ്ഞാക്കിയിട്ട് സമ്മാനം കൊടുത്ത, അതും അന്നത്തെ അറബ് സമൂഹത്തിൽ ഒരാൺകുഞ്ഞ് എന്നുള്ള ഒരു വികാരം ഏതൊരു മനുഷ്യനെ പോലെ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഹൃദയത്തെ ആനന്ദിപ്പിച്ചിരിക്കണം. അതുകൊണ്ട് ഈ കുട്ടിനെങ്ങനെ കയ്യിൽ പിടിച്ചു. അവിടുത്തെ കണ്ണ് ഒഴുകുമ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഒരു ചോദ്യം, വഅൻത യാ റസൂലല്ലാഹ്, നിങ്ങൾ കരയുകയോ? ആരുടെ കണ്ണുനീരും തുടക്കുന്ന നബി,
ആരോടും കരയരുതെന്ന് പറയുന്ന നബി, പ്രതിസന്ധി ഘട്ടങ്ങളിൽ താങ്ങാകേണ്ട നബി, ഉറച്ച തീരുമാനമെടുത്ത് പതറി നിൽക്കുന്നവനെ ആശ്വസിപ്പിക്കേണ്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ കണ്ണങ്ങനെ ഒഴുകുമ്പോ റസൂലുള്ളാഹ് പറയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനോട്, യാ ഇബ്നു ഔഫ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫേ, ഈ ഒഴുകി വരുന്നതിനെ പറ്റി നിനക്കറിയുമോ? ഇന്നഹാ റഹ്മ, ഇത് കരുണ ഒഴുകി വരികയാണ്, ഇത് കാരുണ്യമാണ് ഒഴുകി വരുന്നത്. ഇബ്രാഹിം മരണപ്പെടുന്ന നേരമാണ്. കൈവെള്ളയിൽ കടന്ന് പടഞ്ഞിട്ട് ഇബ്രാഹിം മരിക്കുന്നു. അവസാനത്തെ തുറിച്ചു നോട്ടം നബിയുടെ മുഖത്തേക്ക് ആ വാത്സല്യനിധിയായ മകൻ നോക്കുന്നു. അപ്പോഴാ പറയുന്നത് ഇന്നാ റഹ്മ, ഈ ഒഴുകി വരുന്നത് കാരുണ്യമാണ്. ഇന്നൽ ഐന തദ്മഉ, കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്. വൽ ഖൽബ യഹ്സുനു, ഹൃദയം ദുഃഖിക്കുകയാണ്. പക്ഷേ അബ്ദുറഹ്മാനെ, നിനക്കറിയുമോ? വലാ നഖൂലു ഇല്ലാ മാ യുർളി റബ്ബനാ, എന്റെ റബ്ബ് ഇഷ്ടപ്പെടാത്ത ഒന്നും നാം പറയുകയില്ല കേട്ടോ. അതാണ് പാഠം. ചില വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോ എന്തൊക്കെ പറയും മനുഷ്യന്മാർ. എന്താ അല്ലാഹ് എനിക്കിങ്ങനെ തന്നത്, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്, അറിയാതെ പറഞ്ഞു പോകുന്ന എത്ര അബദ്ധശടിലമായ വചനങ്ങൾ. അവിടെ നബി പറയാണ്, വലാ നഖൂലു ഇല്ലാ മാ യുർളി റബ്ബുനാ, എന്നിട്ട് പറയുന്നു, വഇന്നാ ലഫിറാഖിക യാ ഇബ്രാഹിം ലമഹ്സൂനൂൻ, ഇബ്രാഹിമേ, നിന്റെ വേർപാടിൽ വല്ലാത്ത ദുഃഖമുണ്ട് എന്ന് പറയുന്നൊരു ഭാഗം. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിക്കുന്ന ഒരു ക്ഷമയുടെ ആഴം. യാ അയ്യുഹല്ലദീന ആമനൂ, ഖുർആൻ അതുകൊണ്ട് ആ വിശ്വാസി സമൂഹത്തെ വിളിച്ച് പറയാണ്, നിങ്ങൾ ക്ഷമിക്കണം, ജീവിതത്തിൽ ക്ഷമിക്കണം. ക്ഷമ എന്ന് പറഞ്ഞ് നിർത്താതെ വസ്വാബിറു, ആ ക്ഷമയിൽ നിങ്ങൾ മികവ് കാണിക്കണം, നന്നായിട്ട് ക്ഷമിക്കണം. വറാബിത്തു, നിങ്ങൾ പ്രതിരോധത്തിന് സജ്ജരാകണം. പ്രതിസന്ധികൾ പേമാരി പോലെ ഒരു ജനതക്ക് നേരെ വരിക. ശത്രു കൈനീട്ടുന്നു, തീറ്റക്കൊതിയൻ ഭക്ഷണത്തളികയിലേക്ക് കൈനീട്ടിയ പോലെ. കാലങ്ങൾക്കപ്പുറത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം ഒരർത്ഥത്തിൽ പുലരുന്നു. സൗകര്യങ്ങളിൽ ജീവിച്ച നമ്മൾക്ക് അതറിഞ്ഞുകൊള്ളണമെന്നില്ല. കഴിഞ്ഞ തലമുറ പട്ടിണി കടന്ന കഴിഞ്ഞ തലമുറയെ പറ്റി വായിക്കണം, അപ്പൊ ബോധ്യാവും. ജീവിതം എന്താണെന്നറിയാത്ത പാവങ്ങൾ, എന്താണൊരു ടെലിഫോൺ എന്നറിയാത്ത പാവങ്ങൾ, ഏതോ വീട്ടിലെ ടെലിഫോൺ നോക്കി മാത്രം നിന്ന കുറെ പാവങ്ങൾ കഴിഞ്ഞ തലമുറയിൽ കടന്നുപോയിട്ടുണ്ട്. ഒന്നും അനുഭവിക്കാത്ത പാവങ്ങൾ, ഒരു നല്ല ഭക്ഷണം കഴിക്കാത്ത പാവങ്ങൾ, 6 അടി മണ്ണിൽ കിടക്കുന്ന പാവങ്ങൾ. അവർക്ക് എന്തായി? അള്ളാഹു അവർക്ക് സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ. അതിൽ പ്രിയപ്പെട്ട ബാപ്പയമ്മയുണ്ട്, പ്രിയപ്പെട്ട പലരുമുണ്ട്, രക്തബന്ധുക്കളുണ്ട്, കുടുംബ ബന്ധുക്കളുണ്ട്, സ്നേഹവാചനങ്ങളുണ്ട്, വഴികാട്ടിയവരുണ്ട്, ഓർമ്മകൾക്ക് വളം വീശിയവരുണ്ട്. അങ്ങനെ ഒരുപാട് മനുഷ്യന്മാർ. അതുകൊണ്ട് വറാബിത്തു, നിങ്ങൾ പ്രതിരോധത്തിന് സജ്ജരാവുക. വത്തഖുല്ലാഹ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളാകുവാൻ. ഗൗരവത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കണം. അതുകൊണ്ടാണ് പ്രവാചകൻ എപ്പോഴും ക്ഷമയെക്കുറിച്ച് ഉപദേശിക്കും തന്റെ പ്രിയപ്പെട്ടവരോട്. ഖബറിന്റെ അടുത്തിരുന്ന് കരയുന്നൊരു പെണ്ണിനെ കണ്ടു പ്രവാചകൻ അവളെ കണ്ട ഉടനെ റസൂൽ അവളോട് പറഞ്ഞു, ഇസ്ബിരി മാ അസ്വാബക്കി, നിനക്ക് സംഭവിച്ചതിന്റെ പേരിൽ നീ ക്ഷമിക്കണം പെണ്ണ്. ആരാ പറയുന്നതെന്ന് പോലും അവൾ നോക്കിയില്ല. അവൾ പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് സംഭവിച്ചത് നിങ്ങൾക്ക് സംഭവിച്ചിട്ടില്ലല്ലോ, എനിക്ക് പറ്റിയത് നിങ്ങൾക്ക് പറ്റിയിട്ടില്ലല്ലോ. അപ്പൊ നബിക്ക് മനസ്സിലായി ഇവളോടൊന്നും പറഞ്ഞിട്ട് ഈ നേരത്തെ കാര്യമല്ല. നബി അങ്ങനെ കടന്നുപോയി. പിന്നെ ആളുകൾ വന്ന് പറഞ്ഞു, ആരോടാ നീ സംസാരിച്ചെന്നറിയോ? ആരോടാണ്? അത് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. അപ്പോഴാണ് അവൾ ഞെട്ടിപ്പോയത്. എനിക്ക് സംഭവിച്ചത് നിങ്ങൾക്ക് സംഭവിച്ചിട്ടില്ലല്ലോ. ഇവളെ പ്രിയപ്പെട്ട ഏതോ ഒരുത്തനാ മരിച്ചതാ ഖബറിൽ. പക്ഷെ നബിയുടെ ജീവിതം അങ്ങനല്ലല്ലോ. ഓർമ്മ വെക്കുന്നൊരു കാലമുണ്ട് നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ മക്കളും ഓരോരുത്തരുടെ കൈവിരലുകളിൽ തൂങ്ങിയിട്ട് ഓരോ ബാപ്പമാരെ കൈപിടിച്ചിട്ട് ഇങ്ങനെ വരുമ്പോ
ഓർമ്മ വെച്ച ഈ മുഹമ്മദ് എന്ന കുട്ടിക്കും ഉള്ളിൽ ഒരു കൊള്ളിയാൽ മിന്നുന്നുണ്ട്. ഇതുപോലെ തൂങ്ങാൻ എനിക്കൊരു പാപ്പ എവിടെ? അപ്പോഴാണ് അത് 8 മാസങ്ങൾക്ക് ഗർഭകാലത്ത്, ഉമ്മയുടെ ഉദരത്തിലുള്ള കാലത്ത്, അതും ഗർഭം 8 മാസമായപ്പോഴേക്ക് വിട പറഞ്ഞു പോയിട്ടുണ്ടെന്ന് അനുഭവങ്ങളിലൂടെയും ചില പരിചയങ്ങളിലൂടെയും ചില മൗനങ്ങളിലൂടെയും ചില വിതുമ്പലുകളിലൂടെയും ചില അടക്കം പറച്ചിലുകളിലൂടെയും ഈ നബി വായിച്ചെടുക്കുന്നുണ്ടാകണം. അതാ നബിയുടെ അനുഭവങ്ങൾ. 6 വയസ്സായപ്പോഴാണ് ഉപ്പയുടെ ഖബർ കാണുക എന്ന ലക്ഷ്യത്തോടെ മദീനയിലേക്കൊരു യാത്ര. അതിനിടയിൽ അപവാദ്. അവിടെ എത്തുമ്പോഴാണ് ഉമ്മയുടെ മരണം. അന്ന് 6 വയസ്സ്. ഉമ്മു ഐമൻ എന്ന ഭൃത്യ അതുവഴി വന്ന യാത്രക്കാരുടെ സഹായത്തോടെ അവിടെ മറവ് ചെയ്തു ഉമ്മയെ. അതാണ് ഒരു ഓർമ്മ. വാത്സല്യനിധിയായ ഉമ്മയുടെ യാത്രക്കിടയിലെ മരണം. പിന്നെ ഈ കുട്ടിയെ നോക്കാൻ അബ്ദുൽ മുത്തലിബ് എന്ന പിതാമഹൻ. അതും നീണ്ടില്ല, 2 കൊല്ലം. 8 വയസ്സായപ്പോഴേക്ക് പിതാമഹന്റെ വിയോഗം. മരണങ്ങൾ കൊണ്ട് റസൂലുള്ളാഹിനെ അല്ലാഹ് പരീക്ഷിച്ച പോലെ ലോകത്ത് ആരെ പരീക്ഷിക്കാനാണ്? ഖാസിമിന്റെ വേർപാട്, അബ്ദുള്ളയുടെ വേർപാട്, അത് മക്കള് അങ്ങനെ ഓരോരുത്തരുടെ വേർപാട്. റുഖിയയുണ്ട്, അതിൽ ഉമ്മു കുൽസൂം, സൈനബ്, ഫാത്തിമയല്ലാത്ത നേരത്തെ പറഞ്ഞ ഇബ്രാഹിം അടക്കം ഓരോരുത്തരും മരണപ്പെട്ടപ്പോ ആ നബിയോടാണ് ഞാൻ പറഞ്ഞത്, റബ്ബേ എനിക്ക് സംഭവിച്ചത് നിങ്ങൾക്ക് സംഭവിച്ചിട്ടില്ലല്ലോ എന്ന വാക്ക്. അതവളുടെ ഉള്ളിൽ പടച്ചു. അവള് നബിയെ തേടിയെത്തി. ക്ഷമിക്കണം, ഞാൻ ആരാണെന്ന് ശ്രദ്ധിച്ചില്ല. അപ്പൊ വന്ന മറുപടി, ഇന്നമസ്സബറു ഇൻദ സ്വദമത്തിൽ ഉലാ. ക്ഷമ ഉണ്ടാകേണ്ടത് ഒരു പ്രയാസത്തിന്റെ ഉടനെയാണ്, തുടക്കത്തിലാണ്. ഒരു വിഷമത്തിന്റെ പ്രാരംഭഘട്ടത്തിലാണ് പെണ്ണേ നീ ക്ഷമിക്കേണ്ടത്. അത് നമുക്ക് പാഠമാണ്. ഇവിടെ സദസ്സിൽ എപ്പോഴും വരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ മകൻ, ചെറിയ ഒരു കുട്ടി, 2 പേരെയും ആളുകൾ ശ്രദ്ധിക്കും, നബി ശ്രദ്ധിക്കും. മകന്റെ കൂടെ വരുന്ന ഒരു സഹാബി, ഈ സഹാബിയുടെ കൂടെ എപ്പോഴും അയാളുടെ ചെറിയ മകനുണ്ടാകും. കുറെ ആയിട്ട് അയാളെ കാണാതായി. നബി അന്വേഷിക്കുന്നു, അയിന ഫുലാൻ, എവിടെയാണ് ആ മനുഷ്യൻ? അങ്ങനെ സഹാബത്തിനെ കൂട്ടി ആ മനുഷ്യനെ തെരഞ്ഞുപോയി. മാലി അറാ ഫുലാനൻ, ഒരു മനുഷ്യനുണ്ടായിരുന്നല്ലോ ഇവിടെ, അയാളെ കാണുന്നില്ല. അങ്ങനെ ഇവര് വീട്ടിൽ പോയപ്പോഴാണ് ആ മനുഷ്യൻ ദുഃഖിച്ചിരിക്കുന്നത്. എന്താ കാരണം? അയാളുടെ ഈ മകൻ മരണപ്പെട്ടിട്ടുണ്ട്. പുറത്തിറങ്ങാതെ അയാള് ദുഃഖിച്ചിട്ടവയിരിക്കുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചോദിക്കുന്നു, നീ ആഗ്രഹിക്കുന്നത് നിന്റെ കൈ പിടിച്ചിട്ട് അവൻ നിന്റെ കൂടെ ജീവിക്കാനാണോ, അതോ നീ മരിച്ചു ചെല്ലുമ്പോ സ്വർഗവാതിലിൽ നിന്റെ കൈ പിടിച്ചിട്ട് നിന്നെ സ്വർഗത്തിലേക്ക് നിന്റെ മകൻ കൊണ്ടുപോകാനാണോ? അത് കേട്ടപ്പോ ഈ സഹാബി മറുപടി പറഞ്ഞു, നബിയെ, അവൻ സ്വർഗത്തിലേക്ക് എന്റെ കൈ പിടിച്ചു കൊണ്ടുപോകുന്നതാണെങ്കിൽ എനിക്ക് താല്പര്യം. അപ്പൊ നബി പറഞ്ഞു, അതങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അത് യാഥാർത്ഥ്യമായിട്ടുണ്ട് സഹോദര. അവിടെയാണ് ഈ ക്ഷമയുടെ വല്ലാത്ത ഒരു പ്രതിഫലവും. അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതിനപ്പുറമുള്ള ചിന്ത പോലും വിശ്വാസത്തിൽ നിന്റെ വ്യതിയാനമാണ്. ആ രീതിയിൽ കൃത്യമായി ജീവിതത്തെ, അനുഭവങ്ങളെ ക്ഷമയോടെ നോക്കാനും അത് സഹിക്കാനും നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ ഗുണമായി പറഞ്ഞ ക്ഷമ ഉൾക്കൊള്ളുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.